കേരളം കരഞ്ഞൊരു ദിവസമാണ് നമുക്ക് മുമ്പിൽ കടന്നു പോകുന്നത്. 1.5 വയസ്സായൊരു കുഞ്ഞിനെ ഇതിൽ കൂടുതൽ ഇനി എങ്ങനെ വേദനിപ്പിക്കാനാണ്? അങ്ങനെ വേദനിപ്പിച്ച് ഈ ഭൂമിയോട് വിട പറഞ്ഞ, അല്ല വിട പറയിപ്പിച്ച ചില മനുഷ്യർ. ഇങ്ങനെയൊക്കെ മനുഷ്യർക്കാകാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ക്രൂരത കാണിക്കാൻ പറ്റുമോ? മനസ്സാക്ഷി തൊട്ട് കണ്ണ് നിറഞ്ഞ് ഓരോ മനുഷ്യനും ചോദിച്ച ചോദ്യമാണിത്. അങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ട് ഇന്ന് നാളുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും ആ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി വാർത്തകളും ചിത്രങ്ങളൊക്കെ കാണാനിടയായി. എന്നെ ഏറെ ആശ്വസിപ്പിച്ചൊരു ചിത്രം ഇതാണ്. ഈ കുഞ്ഞിൻ്റെ സ്വന്തം അപ്പനുണ്ടല്ലോ, ആ അപ്പൻ്റെ നെഞ്ചിൽ ഒരു മാലാക്കുഞ്ഞു പോലെ ഈ കുഞ്ഞിങ്ങനെ കിടന്നുറങ്ങുന്നു. എത്ര ശാന്തതയോടെയാണ് ആ കുഞ്ഞുറങ്ങുന്നതെന്ന് ഓർത്തപ്പോൾ വല്ലാണ്ട് ആശ്വാസം തോന്നി. ഇത് സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോമിലും കണ്ടൊരു ചിത്രമാണ്. എന്തോ ആ ചിത്രം കണ്ടപ്പോൾ വല്ലാണ്ട് ആശ്വാസം തോന്നി. ക്രൂരരായ മനുഷ്യരോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ അപ്പുറം ഏറ്റവും സുരക്ഷിതമായൊരു കരങ്ങളിലായിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും സുന്ദരമായ ഭാഗ്യം. ഏറ്റവും വേദനിപ്പിക്കുന്നൊരിടത്ത് നിൽക്കുക എന്നതിനേക്കാളുപരി ഏറ്റവും സന്തോഷം നൽകുന്നൊരിടത്തായിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഇങ്ങനൊരിടത്ത് ഈ കുഞ്ഞായിരിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കാനായിട്ട് എല്ലാ മനുഷ്യരും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പിക്ചർ വളരെ മനോഹരമായിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. മാലാക്കുഞ്ഞ് പോലെ സ്വർഗത്ത് അപ്പൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നൊരു കുഞ്ഞ്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ചിത്രം നമ്മുടെ കണ്ണുനീരിനെ ആശ്വസിപ്പിക്കും, നമ്മളെ കുറച്ചും കൂടി ജീവിക്കാൻ പഠിപ്പിക്കും. കാര്യം എന്താണെന്നറിയോ? ഇനിയൊരിടം ഉണ്ടല്ലോ, കണ്ണുനീരില്ലാത്തൊരിടം, സന്തോഷമുള്ളൊരിടം, ഏറ്റവും സുരക്ഷിതമായൊരിടം. ഇതാണ് ഇന്നത്തെ സുവിശേഷം. ഇന്ന് സദുക്കാരൊന്ന് ചോദിച്ചത് പുനരുദ്ധാനമുണ്ടോ? അവർ വിശ്വസിച്ചില്ല. അവരുടെ വിശ്വാസം തന്നെ അതില്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നവരാണ് ഒന്ന് ചോദിച്ചത്. ഇത് ചോദിക്കുമ്പോൾ ഇത് ആദ്യത്തെ ചോദ്യമായിട്ട് നമ്മൾ കാണരുത്. 2000 വർഷങ്ങളായിട്ട് എല്ലാ മനുഷ്യരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു വൈദികൻ എന്നുള്ള നിലയ്ക്ക് ഒത്തിരി പേര് എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. തിയോളജിക്കൽ ഡിസ്കഷനാണ്, അത്ര എളുപ്പമൊന്നുമല്ല ഇത് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ഒരു ക്രൈസ്തവൻ എന്നതിനേക്കാൾ ഉപരി എല്ലാ വിശ്വാസികളും അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാക്കെന്താണെന്നറിയോ? സ്വർഗോന്നരയുടെ ഉണ്ട്. അവിടെ മാലാഖമാരെപ്പോലെ നമ്മളായിരിക്കും. അവിടെ ഏറ്റവും സുരക്ഷിതമായിരിക്കും. അവിടെ കണ്ണുനീരില്ല, അവിടെ സങ്കടമില്ല, അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ. വേദനകളില്ലാത്ത ഇടമാണത്. അങ്ങനെ ഒരിടത്ത് ഓരോ മനുഷ്യരും എത്തിച്ചേരുമെന്ന് അറിഞ്ഞോ അറിയാതെയോ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലും ഒരു ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ടല്ലേ മനുഷ്യരിപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ക്രൈസ്തവർ മാത്രമല്ല, മറ്റു മതസ്ഥർ പോലും ഈ വിശ്വാസം വളരെ മനോഹരമായി പ്രഘോഷിക്കുന്നുണ്ട്. അവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വ്യത്യസ്തമാണെങ്കിലും അവർ വളരെ മനോഹരമായിട്ട് സ്വർഗം എന്നൊരിടത്തെക്കുറിച്ച്, മാലാഖമാരുണ്ടെന്നതിനെക്കുറിച്ച് വളരെ സുന്ദരമായി പ്രഘോഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനൊരിടം ഉണ്ട് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആ സത്യത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്ത് നമുക്കൊരു കാത്തിരിപ്പല്ലേ ഈ കണ്ണുനീരിന് അവസാനം ഉണ്ടെന്ന്, ഇനിയൊരു പ്രത്യാശയുണ്ടെന്ന്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.